ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ വകുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT കമ്പനികളൊന്നാണ് ടാറ്റ കൺസൾട്ടൻസി. ആ ടാറ്റ കൺസൾട്ടൻസിക്ക് കരാറ് നൽകാനുള്ള തീരുമാനമെടുത്ത ശേഷം അവരെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി താല്പര്യമുള്ള ഒരു സംഘത്തിന് ഇതിന്റെ കരാർ നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായിട്ടുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള പദ്ധതി, അതിന്റെ 4 ഇരട്ടി മേൽ തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് ഗവൺമെന്റ് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് TCSന് 206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് കരാർ ഉറപ്പിച്ചതാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ TCCക്ക് നൽകിയ 206 കോടി രൂപയുടെ ഈ നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് PD സഹകരണ സംഘത്തിന് ഇത് കൈമാറാനായിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂരിൽ നിന്നുള്ള 2 സഹകരണ സംഘങ്ങൾക്ക് മാത്രം ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ടെൻഡർ ഡോക്യുമെന്റിൽ മാറ്റം വരുത്തിയത്. കേരള ദിനേശ് PD വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ് കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ 2 സൊസൈറ്റികൾ. ഇതിൽ ദിനേശ് PD സഹകരണ സംഘം നൽകിയ 280 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ നൽകാനുള്ള 58 കോടി രൂപയുടെ ബിഡാണ് ഇപ്പോൾ സർക്കാർ അവാർഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇതനുസരിച്ച് 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുമ്പോൾ 914 കോടി രൂപയോളം ചെലവ് വരും. 206 കോടി രൂപയ്ക്ക് സോഫ്റ്റ്വെയർ ഭീമനായ TCS 4415 സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കാമേറ്റ പദ്ധതിയാണ്. അതിന്റെ 4 ഇരട്ടി തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് കൈമാറുന്നത്. അതായത് ഈ പദ്ധതി നടപ്പാക്കി കഴിയുമ്പോൾ കേരള സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് 700 കോടിയിൽ പരം നഷ്ടം ഉണ്ടാകാൻ പോകുന്നു. ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഈ ടെൻഡർ നൽകാനും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. 2016 മുതൽ കേന്ദ്ര റിസർവ് ബാങ്കിന്റെയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലൊട്ടാകെ ഏകീകൃത പൊതു ബാങ്കിംഗ് സോഫ്റ്റ്വെയർ നടപ്പാക്കേണ്ടതാണ്. പൂർണ്ണമായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് ഈ എല്ലാ സംസ്ഥാനങ്ങളും ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആധുനിക വൈവിധ്യവൽക്കരണം അടക്കം നടത്തുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ആവശ്യങ്ങൾ വിപുലമാക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച പൊതു സോഫ്റ്റ്വെയർ കേരള ഗവൺമെന്റ് ഒഴിവാക്കി, വേണ്ടായെന്ന് വെച്ചു. എന്നിട്ട് കേരളത്തിലെ പിണറായി ഗവൺമെന്റ് തനത് സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ കാര്യം പഠിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിയെ സർക്കാർ രൂപീകരിക്കുകയും ഇതനുസരിച്ച് ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോഴാണ് TCC മാത്രമാണ് ഈ ടെൻഡർ അനുസരിച്ച് 11/9/2021 തെരഞ്ഞെടുത്തത്.
അവരെ മാത്രം TCS മാത്രം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ 24/4/2024 ധനകാര്യ ബിഡായ 206 കോടി രൂപയ്ക്ക് 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് അവരുടെ ബാങ്ക് ശാഖകൾ ഉൾപ്പെടുന്ന സോഫ്റ്റ്വെയറും മെയിന്റനൻസ് നൽകുന്ന ഉത്തരവും പുറപ്പെടുവിച്ചു. ഇത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ടാറ്റ കൺസൾട്ടൻസി മാത്രമാണ് ഏക ബിഡ എന്നും കേന്ദ്ര സർക്കാർ നിയമം അനുസരിച്ച് അവർക്ക് കോൺട്രാക്ട് നൽകാമെന്ന് പറയുന്ന രേഖയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പിന്തുടർന്ന് ഈ തീരുമാനിച്ച് 206 കോടി രൂപയുടെ കരാർ രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്ന് റദ്ദാക്കി. സഹകരണ വകുപ്പ് 3/4/25 പുതിയ കൺസോർഷ്യത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള ഈ ടെൻഡർ പുറപ്പെടുവിച്ചു. ജനുവരി 26 പൊതുതെരഞ്ഞെടുപ്പിനിടയിലുള്ള 2 മാസം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി. എന്നാൽ TCS പോലെയുള്ള കമ്പനികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത നിലയിലാണ് ഈ സഹകരണ സംഘങ്ങൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് വിചിത്രമായ നിബന്ധനകൾ സർക്കാർ വീണ്ടും ഏർപ്പെടുത്തിയത്. 6 ലക്ഷത്തോളം ജീവനക്കാരുടെ TCSനെ ഈ പുതിയ ടെൻഡറിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള നിബന്ധനകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ TCSന് ആദ്യം ടെൻഡർ ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടാതിരിക്കാനുള്ള ആ ടെൻഡർ ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും ഈ ടെൻഡർ വിളിക്കുന്നു. ഈ ടെൻഡർ വിളിക്കുമ്പോൾ TCSന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലുള്ള നിബന്ധനകൾ എഴുതി ചേർത്തുകൊണ്ട് ഈ ടെൻഡർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. കേരളത്തിൽ ചുരുങ്ങിയത് 200 ജോലിക്കാരെങ്കിലും ഉണ്ടാകണം എന്നിവ കേരളത്തിൽ അതിന്റെ മനസ്സിലാക്കണം. കേരളത്തിൽ കുറഞ്ഞത് 200 പേരെങ്കിലും കേരളീയരായ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനത്തിന് മാത്രമേ അതിന്റെയും രേഖ ഞാൻ മുന്നോട്ട് വെക്കുക. അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. എന്ത് ന്യായമാണ്? ഇതനുസരിച്ച് കേരളത്തിൽ നിന്ന് 2 സഹകരണ സംഘങ്ങളാണ്. അത് 2 കണ്ണൂരിൽ നിന്നുള്ളതാണ്. 2 CPM നിയന്ത്രണത്തിലുള്ളതാണ്. അവർ 2 പേരാണ് ബിഡ് സമർപ്പിച്ചത്. മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി സഹകരണ സംഘം, കേരള ദിനേശ് PD സഹകരണ സംഘം, ദിനേശ് PD വർക്കേഴ്സ് കേന്ദ്ര സഹകരണ സംഘം എന്നിവയ്ക്ക് ഇതിൽ 250 സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയറും 7 വർഷത്തേക്കുള്ള മെയിന്റനൻസിനും ദിനേശ് PD സംഘം സമർപ്പിച്ചത് നികുതി അടക്കം 58 കോടിയാണ്. മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി സമർപ്പിച്ചത് നികുതി അടക്കം 273 കോടിയാണ്. ഇതിന്റെ രേഖയും ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പുതിയ ടെൻഡർ പ്രകാരമുള്ള സാങ്കേതിക വിശദാംശങ്ങളുടെ വിലയിരുത്തൽ 6/2/2026 അഡീഷണൽ രജിസ്ട്രാർ പാർവതി നായരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് നടത്തിയത്. മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി സഹകരണ സംഘം, കേരള ദിനേശ് PD വർക്കേഴ്സ് കേന്ദ്ര സഹകരണ സംഘം എന്നിവ 2 ഓഫറുകൾ, സാങ്കേതിക ഓഫറുകൾ പരിശോധന ചെയ്ത സമിതി ഈ സ്ഥാപനങ്ങളുടെ ഓരോ സോഫ്റ്റ്വെയർ വീത സാങ്കേതിക യോഗ്യത നേടിയതായി പ്രഖ്യാപിക്കുക. ഇതിന്റെയും രേഖ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. 100 കണക്കിന് കോടി രൂപയുടെ മൂല്യമുള്ള സോഫ്റ്റ്വെയർ കരാറിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 2 സഹകരണ സംഘങ്ങൾ മാത്രം പങ്കെടുത്തത് തീർത്തും ദുരൂഹമാണ്. 2025 ഓഫർ ചെയ്ത 206 കോടി രൂപയുടെ സ്ഥാനത്ത് പുതിയ കമ്പനികൾക്ക് ടെൻഡർ നൽകിയ പ്രകാരം ആകെ ചെലവ് 900 കോടി രൂപ വരുമെന്നാണ് കണക്ക്. അതായത് 700 കോടി രൂപയുടെ നഷ്ടം ഈ പുതിയ കരാറ് നൽകുന്നത് കൊണ്ട് ഉണ്ടാവുകയാണ്. 250 സഹകരണ സംഘങ്ങളിലേക്ക് സോഫ്റ്റ്വെയർ നൽകുന്നതിനായി ദിനേശ് സഹകരണ സംഘം വോട്ട് ചെയ്തിരിക്കുന്ന 58 കോടി രൂപയാണ്. ഇതേ കണക്കിൽ ബാക്കി വരുന്ന 4135 സഹകരണ സംഘങ്ങളിൽ ഈ പ്രവർത്തനം വന്നു കഴിയുമ്പോൾ 900 കോടി രൂപയുടെ ചെലവ് വരും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പെട്ടെന്ന് വന്നതുകൊണ്ടാണ് ഇവർക്ക് ഇതിന്
അനുമതി കൊടുക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഗവൺമെന്റ് ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുവാദം വാങ്ങി എത്രയും പെട്ടെന്ന് ഈ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള തിടുക്കത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഭീമമായ സാമ്പത്തിക അഴിമതി മാത്രമല്ല, കേരളത്തിലെ എല്ലാ പാർട്ടികളുടെയും നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള CPM-ന്റെ ഒരു തന്ത്രമാണ്. അപ്പോൾ ഇതൊരു തീവട്ടിക്കുള്ള തന്നെയാണ്. 700 കോടി രൂപയുടെ തട്ടിപ്പ്, പരസ്യമായ തട്ടിപ്പ്, നഗ്നമായ അഴിമതി ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവഴി കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞാൻ ആവശ്യപ്പെടുന്നു, അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്ത് നൽകുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നടപടിയെ പറ്റി അന്വേഷിക്കും. ഈ ടെൻഡർ റദ്ദാക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ പറ്റിയും ഗൗരവമായി ഞങ്ങൾ ആലോചിക്കും. ഈ ഒരു അഴിമതിയാണ്. ഇതിന്റെ എല്ലാ രേഖകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇട്ടുതരാം, നിങ്ങൾക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് പ്രഖ്യാപിച്ചു പോയത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഈ 700 കോടി രൂപയുടെ ഈ അഴിമതി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിക്ക് ടെൻഡർ ഉറപ്പിച്ചിട്ട് ആ കമ്പനിയുടെ ടെൻഡർ ക്യാൻസൽ ചെയ്ത് നിബന്ധനകൾ ആർക്ക് കൊടുക്കണോ അവർക്ക് വേണ്ടി നിബന്ധനകൾ ഏർപ്പെടുത്തുക. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 200 പേർക്കെങ്കിലും ജോലി കൊടുക്കുന്ന ആളുകൾ മാത്രമേ പങ്കെടുക്കാവൂ. അവർക്ക് മാത്രമേ പങ്കെടുക്കാവൂ. വലിയ ഒരു അഴിമതിയാണ് ഇത്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇത് വിശദമായി നിങ്ങളുടെ മുന്നിൽ രേഖകൾ സഹിതം ഞാൻ എത്ര രൂപയ്ക്കാണത് ഞാൻ പറഞ്ഞത്? അതെ, 206 കോടി രൂപയ്ക്ക് നൽകാൻ. അത് 4415 അതെ, 4015 അതെ, ടാറ്റ കൺസൾട്ടൻസി പോലുള്ള ഒരു സ്ഥാപനത്തിനോട് സർക്കാർ സഹകരണ വകുപ്പ് കരാറുണ്ടാക്കിയിട്ട് അതിന് എന്ത് കാരണം പറഞ്ഞാൽ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കരാർ റദ്ദാക്കാൻ പറ്റും. അതാണ് വേണ്ടെന്ന് വെച്ചു. ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നത് സംഘങ്ങളല്ല, ആ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം ആണെന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ 2 സംഘങ്ങൾ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. ഈ കൺസോർഷ്യത്തിൽ അതൊക്കെ അവരുണ്ടാക്കിയത് കൺസോർഷ്യം അല്ലേ? ഒരാൾക്ക് സൊസൈറ്റി കൺസോർഷ്യം ഉണ്ടാക്കുന്ന പോലെ അല്ലേ? കൺസോർഷ്യം ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? എവരുടെ പേരിൽ കൊടുത്തിട്ട് അവരൊരു കൺസോർഷ്യം ഉണ്ടാക്കിയാൽ മലപ്പുറം ജില്ലയിലെ ലീഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കൺസോർഷ്യത്തിന്റെ ഭാഗം. അതൊന്നും എനിക്കറിയില്ല. അത് ആരുടെ ഭാഗമായാലെന്താ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ 4000-ത്തിലധികം വരുന്ന സഹകരണ സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ വേണ്ടി ഈ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഈ 2 സംഘത്തെയാണ് ഏൽപ്പിക്കേണ്ടത്. ഇതിനകത്ത് ആഗോളതലത്തിൽ പരിചയമുള്ള ആർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ ടെൻഡർ വിളിക്കണ്ടേ? അങ്ങനെ വിളിക്കാതെ ഇവർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് മാറ്റിയതിനെ പറ്റിയാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിലൊരു അഴിമതിയാണ്. CPM-ന്റെ നേതൃത്വത്തിലുള്ള സംഘം ലീഗിന്റെ നേതൃത്വത്തിലുള്ള അങ്ങനെ കാണുന്നത്. അതിപ്പോ ഞാൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘത്തെ വേണമെങ്കിൽ അവർ ചേർക്കത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TCS-ന് ഇത് ഉറപ്പിച്ച ശേഷം അത് ക്യാൻസൽ ചെയ്ത്, കാരണങ്ങൾ പറയാതെ അത് ക്യാൻസൽ ചെയ്ത് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന CPM-ന് നിയന്ത്രണമുള്ള 2 സഹകരണ സംഘങ്ങൾക്ക് ഇത് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. കൊടുത്തില്ല. കൊടുക്കാൻ വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ച് അനുവാദം വാങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞത്. ഏതാ
ഞങ്ങളുടെ അറിയപ്പെട്ടിടത്തോളം ഇത് റദ്ദാക്കിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. TCS അങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അതറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ TCS-നോടുള്ള എനിക്കൊരു നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടെൻഡർ നടപടിയായിട്ട് വേണ്ട ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ. ഇതെന്താ 200 കേരളീയർക്ക് ജോലി കൊടുക്കുന്ന കേരളത്തിൽ പെടുന്ന ഒരു സ്ഥാപനം മാത്രം മതി എന്ന് പറയുന്നതാണ്. അതോടെ ഫേവറേറ്റിസമാണ്. ഇത്രയും വലിയൊരു 4000-ലധികം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുമ്പോൾ അതിന് വിപുലമായ സൗകര്യങ്ങളുള്ള ടെക്നോളജിക്കൽ നോഹവുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ? അവരെ പങ്കെടുത്തതിന് എന്തിനാണ് വിലക്കുന്നത്? ഇവരെ മാത്രം പങ്കെടുപ്പിക്കുന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം നിങ്ങൾ തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതിൽ സംസ്ഥാന സർക്കാരിന് ഇത്രയും വലിയ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ അങ്ങേക്ക് ഇതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും ഒരു ധാരണയില്ല എന്നാണ് വ്യക്തമാകുന്നത്. എനിക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ല, ഇപ്പൊ ചോദ്യം വന്നത് TCS പിന്മാറുകയാണോ അല്ല, TCS പിന്മാറിയതാണോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അങ്ങേക്ക് അറിയില്ല. അങ്ങ് പറഞ്ഞത് CPM ഈ സഹകരണ സംഘങ്ങളെ ആകെ പിടിക്കാനുള്ള ഒരു നീക്കമാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലീഗിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഉണ്ടല്ലോ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ അതുപോലെ അതെനിക്ക് അറിയില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അത്ര ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയാൻ സാഹചര്യം ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താ, ബേസിക്കായി ഞാൻ പറഞ്ഞത് TCS പോലെയുള്ള സ്ഥാപനത്തിന് ടെൻഡർ ഉറപ്പിച്ച ശേഷം അത് ക്യാൻസൽ ചെയ്തിട്ട് ടെൻഡർ നിബന്ധനകളിൽ വരുത്തിയ മാറ്റമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിലുള്ള ഒരു കമ്പനിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. 200 പേർക്ക് ജോലി കൊടുക്കുന്നത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവർക്ക് വേണ്ടി മാത്രം ഇത് നിബന്ധനകൾ മാറ്റി ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെയാണ് പ്രശ്നം. അപ്പൊ അത് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരം കൊടുത്താൽ കോമ്പറ്റേറ്റീവായിട്ടൊരു ബിഡ് വരും, സർക്കാരിന് ലാഭം ഉണ്ടാകും, സഹകരണ സ്ഥാപനങ്ങൾക്ക് ലാഭം ഉണ്ടാകും. അതുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതുക്കിയ നിബന്ധനകളോട് വീണ്ടും ടെൻഡർ വിളിച്ചത് ഇവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. എനിക്കറിയാൻ പാടില്ലാത്തത് TCS എന്തുകൊണ്ട് പിന്മാറി എന്നവർ പറയുന്നു, എനിക്കറിയില്ല. എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. നേരത്തെ സ്പ്രിംഗ്ലർ വിഷയം കൊണ്ടുവന്നപ്പോഴും അങ്ങ് നിരവധി രേഖകൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു, വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ കോടതിയിൽ ഇതൊന്നും കൊടുക്കാൻ ഏത് കോടതി? നിങ്ങൾ ഇതൊന്നും അറിയാൻ ഞാൻ വർത്താനം. ദേവൻ രാമേന്ദ്രന്റെ സിംഗിൾ ബെഞ്ച് ദേവൻ രാമേന്ദ്രൻ തന്നെ ഞാൻ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾ ശരിവെക്കുകയും ഈ ആളുകളുടെ കോവിഡ് രോഗികളുടെ മുഴുവൻ വിവരങ്ങൾ കാമോഫ്ലാജ് ചെയ്യണം എന്ന് പ്രത്യേക ഉത്തരവ് നൽകി. 1, 2, 3 എന്ന് 5 ഉത്തരവുകളാണ് അദ്ദേഹം നൽകിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് ഞാൻ പറഞ്ഞു, ഈ കോവിഡ് രോഗികൾക്ക് അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തു പോയതിന്റെ വെളിച്ചത്തിൽ കോമ്പൻസേഷൻ തരണമെന്ന് ഞാൻ റിപ്ലൈ കൊടുത്തത്. അതാണ് പറഞ്ഞത്. ഇവരെ കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞ മുഴുവൻ കോടതി അംഗീകരിച്ചു. ദയവായി നിങ്ങൾ ആ കോടതി ദേവൻ രാമേന്ദ്രന്റെ വിധി ന്യായം ഒന്ന് പരിശോധിച്ചാൽ മതി. കേസ് തീർപ്പാക്കിയതിനകത്ത് പറയുന്നു ഈ ആളുകളെ കണ്ടെത്താൻ പ്രയാസമാണ്, അതുകൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കാൻ പ്രയാസമാണ്. പക്ഷെ ഞാൻ അതിന്റെ ആ കോടതി വിധിക്ക് ശേഷം ഇവിടെ തന്നെ പത്രസമ്മേളനം നടത്തി അതിന്റെ എല്ലാ പേരയിലില്ല, അതിന്റെ എല്ലാ വിശദമായ വിവരങ്ങളും ഞാനോട് പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഡേറ്റ കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അങ്ങേക്ക് ഞാൻ ഡീറ്റെയിൽസ് തരാം. ഇന്നെ തരാം. ശരി. കേരളത്തിലും അത് അങ്ങനെ വേണമെങ്കിൽ കേരള ഗവൺമെന്റിന് സ്വന്തമായ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അറിയില്ല. പക്ഷേ ഈ നടപടിക്രമത്തിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ വീഴ്ച അത് മുഖേന കേരളത്തിലെ സർക്കാരിന് 700 കോടി അധികം രൂപ നഷ്ടപ്പെടാൻ പോകുകയാണ്. അതാണ് പ്രശ്നം. അപ്പൊ കേരള ഗവൺമെന്റ് അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് നമ്മൾ തീർക്കേണ്ട കാര്യമില്ല. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. ഇവിടെ സ്വകാര്യ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അവർ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി വെച്ചവർ അതിനൊന്നും നമ്മളെ എതിരില്ല. പക്ഷേ
ഈ ഒരു പർട്ടിക്കുലർ കമ്പനികൾക്ക് മാത്രം അപേക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിബന്ധനകൾ മാറ്റി അവർക്ക് നൽകി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം കൊടുക്കാൻ പാടില്ല. അത് ഞാൻ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം ഇന്ന് കത്ത് കൊടുത്തു. ഏകഭിപ്രായമുള്ളതുകൊണ്ടാണ് അത് പിൻവലിക്കാനുള്ള കാരണം. അല്ല, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒരു ബിഡാണെങ്കിൽ വേണമെങ്കിൽ വീണ്ടും ഗവൺമെന്റ് സാധാരണഗതി ഗവൺമെന്റ് നടപടി വീണ്ടും ടെൻഡർ ചെയ്യുക. ഇവിടെ ചെയ്തെന്താ, വീണ്ടും ടെൻഡർ ചെയ്തത് നമുക്ക് മനസ്സിലാവും. ടെൻഡർ നടപടികളിലും നിബന്ധനകളിലും മാറ്റം വരുത്തി TCS പോലുള്ള കമ്പനികൾക്ക് പോലും പങ്കെടുക്കാൻ കഴിയാത്തതായി മാറ്റി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് പ്രശ്നം. പലപ്പോഴും ഏക ടെൻഡർ ആണെങ്കിൽ നമ്മൾ വീണ്ടും റീടെൻഡർ ചെയ്യാറുണ്ട്. അത് തെറ്റൊന്നുമില്ല. ഒരു ബിഡറെ വന്നു വീണ്ടും ടെൻഡർ ചെയ്യാം, രണ്ടാമതും വീണ്ടും ചെയ്യാം. അതൊക്കെയാണ് സർക്കാർ നടപടി. പക്ഷെ ഇവിടെ ചെയ്ത അതല്ല. അപ്പൊ നിശ്ചിത താല്പര്യത്തോടെ ഒരു 2 സംഘങ്ങൾക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി ചെയ്യുകയും 700 കോടി രൂപയിലധികം സർക്കാരിന് നഷ്ടം വരികയും ചെയ്യുന്ന ഒരു വലിയ തീവട്ടിക്കൊള്ള ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയും ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിന്റെ ലക്ഷ്യം. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം കൊടുത്തിട്ട് അല്ല ചെയ്യാൻ പറ്റുമോ? ഇനി മറ്റു കാര്യങ്ങളുണ്ടായിട്ടു ഹരിയാനയിൽ ഒരു സീറ്റ് കോഴ ആരോപണം വന്നിരുന്നു. KC വേണുഗോപാൽ അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് അത് കേസെടുത്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും പാർട്ടി എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഈ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മന്ത്രി എന്ന നിലയിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് കടകംപള്ളിയുടെ ഒരു പ്രതികരണം. ഞാൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആദ്യം മുതൽ ഞാൻ പറയുന്നത് കടകംപള്ളിക്കകത്ത് ഉത്തരവാദിത്വം, ഇപ്പോഴത്തെ മന്ത്രി ഉത്തരവാദിത്വം. അന്ന് ഇവരെല്ലാം പറഞ്ഞതെല്ലാം ബോർഡാ ചെയ്യുന്നത്, ഞങ്ങൾ ഉത്തരവാദിത്വം. ഇപ്പൊ കടകംപള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈകി വന്ന അദ്ദേഹത്തിന്റെ ഒരു ബോധ്യമാണ്, വിവേകമാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇപ്പോഴെങ്കിലും അദ്ദേഹം സത്യം പറഞ്ഞല്ലോ. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലോ മന്ത്രിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതിനെ അദ്ദേഹം വെൽക്കം ചെയ്തിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. സന്തോഷമുണ്ട്. മാത്രമല്ല ശബരിമല ഈ സംഭവം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡാണ് ശബരിമലയിൽ കൊടിമരം, സ്വർണ്ണക്കൊടിമരം നിർമ്മിച്ചത്. അതിനുവേണ്ടി സ്വർണം വാങ്ങി, സ്വർണം അടിച്ചു മാറ്റി എന്നും പറഞ്ഞ് എന്തെല്ലാം ബഹളമായിരുന്നു. ഇപ്പൊ തന്നെ പിണറായി വിജയന്റെ പോലീസിന്റെ ഭാഗമായ വിജിലൻസ് അന്വേഷിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ യാതൊരു അനുമതി അവിടെ നടന്നിട്ടില്ല. ഇപ്പൊ കോൺഗ്രസുകാരെ കൂടി പ്രതിയാക്കാൻ നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇപ്പൊ എന്തായി? ഇപ്പൊ എന്ത് സംഭവിച്ചു? 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പൊ അവർ പുറത്തിറങ്ങിയത് തന്നെ കുറ്റപത്രം കൊടുക്കാത്തതുകൊണ്ടാണ്. കുറ്റപത്രം കൊടുക്കാതെ അവർക്ക് സ്വാഭാവിക ജാമ്യം വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങളെ കൂടി കോൺഗ്രസുകാരെങ്കിലും കൊണ്ടുവന്ന് പലതും നടക്കുകയായിരുന്നു. ഇപ്പൊ എന്താ വിജിലൻസ് അന്വേഷണത്തിലൂടെ എന്ത് തെളിഞ്ഞു? അപ്പൊ കള്ളം പറയുന്നതിന് അതിലുണ്ട്, വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിധിയുണ്ട്. ഈ ഗവൺമെന്റിന്റെ തന്നെ വിജിലൻസ് ആണ് അന്വേഷിച്ചത്. എന്നിട്ട് അതിനകത്ത് ഒരു കുഴപ്പവും അതേപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ്സ് പാനൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ കുറുപ്പ് അതിനോട് നിയോഗിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് കോടതി പുറത്ത് അന്വേഷിച്ചല്ലോ. ഒരു തെറ്റുമില്ലെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ഇനിയും കോൺഗ്രസുകാരെ ആരെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ അധാർമികമായ നടപടിയാണ്. പ്രതിപക്ഷ നേതാവ് ഒരു അഭിമുഖം കൊടുത്താൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായി വരില്ലേ? ആ പ്രതിപക്ഷ നേതാവിന്റെ ആ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിന് കത്തയക്കുന്ന കേരള പോലീസിന്റെ നടപടി വിചിത്രമാണ്. അത് ഒരിക്കലും പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്.
അതൊന്ന് അന്വേഷിക്കലും വേണ്ടേ? പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കിലാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഇങ്ങനെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിനോട് വേണമെങ്കിൽ അവർക്ക് എൻക്വയറി നടത്താമായിരുന്നല്ലോ, അന്വേഷിക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് നിക്ഷിപ്ത താല്പര്യങ്ങളോടെ പോലീസ് ചെയ്ത നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. നിയമപരമായ തെറ്റുമാണ്. നമ്മൾ നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കും. പയ്യന്നൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി മൻസൂറിനെതിരായി ഒരു തെരഞ്ഞെടുപ്പ് ഗാനം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോണുകൾ അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ പിടിച്ചെടുത്തു എന്ന് പറയുന്നു. അത് അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതായാലും 1.5 മാസം കൂടെ ക്ഷമിക്കും. ഏതാ? ആ അതെ അതെ. ഈ പാല് കുറെ നാളായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്ത് പറ്റുന്നത്? എന്റെ നല്ല സുഹൃത്താണ്. മലമ്പുഴ എവിടെ കിടക്കുന്നു, പൊങ്ങടെ എവിടെ കിടക്കുന്നു, തമ്മിൽ എന്ത് ബന്ധമാണ്? അത് ഞാൻ അത് നമ്മൾ പറയാൻ പറ്റും. ഈ പാലക്കാട് അടക്കം 10 മണ്ഡലങ്ങളിൽ CPM BJP ലീഗുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷെ അതങ്ങനെ നിൽക്കുമ്പോഴും ഈ പാലക്കാട് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് കോൺഗ്രസ് തയ്യാറാവാത്തത് ഉപതെരഞ്ഞെടുപ്പടക്കം വലിയ വിജയമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ നല്ല വിജയം നേടാൻ പോവാണ്. ഇപ്പൊ രമേശ് പിഷാരടി നല്ല കാൻഡിഡേറ്റ് ആണ്, വൻ വിജയം നേടാൻ പോവാണ് പാലക്കാട്. ആര് പറഞ്ഞത് പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ലെന്ന്? അദ്ദേഹം കൈപ്പത്തിയിൽ മത്സരിക്കുന്നു, കോൺഗ്രസ് അനുഭാവിയാണ്, എല്ലാ ഞങ്ങളുടെ പരിപാടികളിലും പങ്കെടുക്കുന്നതാണ്. ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഞാൻ നടത്തിയ കഴിഞ്ഞ കാലത്ത് നമ്മുടെ യാത്രയിലാണ് അദ്ദേഹം. അന്ന് എന്റെ നിയോജകമണ്ഡലത്തിൽ ആദ്യമായി അരിപ്പാടാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം എത്രയോ കാലമായിട്ട് കോൺഗ്രസിന്റെ സഹയാത്രികരും ഞങ്ങളുടെ എല്ലാ പരിപാടിയും പങ്കെടുക്കുന്ന ആളുമാണ്. ഞങ്ങളെ നല്ല ഒരു പോരാളിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ UDF വൻ വിജയം നേടും. മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ NDA സ്ഥാനാർത്ഥി പലതവണ ആവർത്തിക്കുന്നുണ്ട്, നാണമില്ലാതെ നുണകൾ മാത്രം പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത്. ഇന്നും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ അതുണ്ടായിരുന്നു. അല്ല, ഞങ്ങൾ എന്ത് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, BJPയും CPM-ഉം തമ്മിലുള്ള രാഷ്ട്രീയമായ ഡീൽ എത്ര വ്യക്തമാണ്? ഉന്നതനാട് മാത്രമുള്ള ഒരു പാർട്ടിയാണ് 22 സീറ്റാണ് അവർക്ക് കൊടുത്തത്. അത് 2 പേർക്ക് മെമ്പർഷിപ്പ് അല്ല വോട്ടർ പട്ടിക പേരില്ല. ദുർബലരായ സ്ഥാനാർത്ഥികളെ CPM-നെ സഹായിക്കാൻ വേണ്ടി നിർത്തി എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2 BDJS-ന്റെ സ്ഥാനാർത്ഥികൾ ഇതാരാണെന്ന് പോലും അറിയില്ല. NDA നിർത്തിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥികൾ പല നിയോജകമണ്ഡലങ്ങളിലും ആളുകൾ അത്ഭുതപ്പെടുകയാണ്, ഇതാരാണ് ഏതാണെന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം ഇവരുടെ ഡീലിന്റെ ഭാഗമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 2021 ആരംഭിച്ചതാണ് ഈ ഡീല്. CPM-നെ വിജയിപ്പിക്കാൻ വേണ്ടി BJP നടത്തുന്ന ഒരു കള്ളക്കളിയാണിത്. ഇത് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണിത്. നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കണം. കേരളത്തിൽ പിണറായി വിജയന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF വരരുത്. അതിനു വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള രാഷ്ട്രീയ ധാരണയാണിത്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി എപ്പ പ്രധാനമന്ത്രിയെ കണ്ടാലും ആറന്മുള കണ്ണാടിയും ആമാടപ്പെട്ടിയും പൊട്ടുകൊണ്ട് എന്തൊരു സ്നേഹമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഡീൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇത്തരം കള്ളക്കളികൾ അവർ അംഗീകരിച്ചു കൊടുക്കില്ല. ജനങ്ങൾ ഇതിന് മറുപടി നൽകും, സംശയം വേണ്ട. BJP-യുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന് CPM-ന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പം SDPI-യുമായിട്ട് ധാരണയായ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ല, CPM-ന് പ്രശ്നമില്ല. നിങ്ങൾക്ക് എല്ലാ മാധ്യമങ്ങളും അല്ലേ പറയുന്നത്.
SDPI പരസ്യമായി CPM-നെ പിന്തുണയ്ക്കും. PDP പരസ്യമായി LDF-നെ പിന്തുണയ്ക്കും. അവർ രണ്ട് കക്ഷികൾ പുരോഗമന കക്ഷികളായിട്ടാണ് ആകാം ഒരുപക്ഷെ അവർ വിശദീകരിക്കുന്നത്. അതിനെപ്പറ്റി CPM വേണ്ടുന്നില്ലല്ലോ, വിശദീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ UDF വൻ വിജയം നേടും. UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്. മുഖ്യമന്ത്രി രാവിലെ പറഞ്ഞത് എല്ലാ കാലത്തും BJP-യുമായി ഫൈറ്റിന്റെ മുന്നിൽ നിൽക്കുന്നത് CPM-ആണ്. അദ്ദേഹം എല്ലാ കാലത്തും RSS-ന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് പിണറായി വിജയനായിരുന്നു എന്നൊരു അഭിപ്രായം ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പൊ RSS-നെ ശരിക്കും നേരിടുന്നത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണെന്നുള്ളതാണ് എല്ലാ കാലത്തും അദ്ദേഹം ടാർഗറ്റുമായിരുന്നു. നിങ്ങൾ ഓർക്കണം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കൂത്തുപറമ്പിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ 5000 വോട്ടിൽ ജയിച്ചത് അന്നത്തെ RSS-ന്റെയും BJP-യുടെയും പിന്തുണയോടെ തന്നെയായിരുന്നു. KG മാരാർക്ക് വേണ്ടി അന്നവിടെ പ്രസംഗിക്കാൻ പുതുമയിൽ പോയത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. അവർ നമ്മുടെ രാഷ്ട്രീയമായ ഐക്യം അന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, M-ന്റെ സാന്നിധ്യത്തിൽ RSS-മായി ചർച്ച നടത്തിയത് ഇതേ പിണറായി വിജയനല്ലേ? പത്രപ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരെയും അവിടെ കൂട്ടാതെ ഫോട്ടോഗ്രാഫർമാരെ പോലും അനുവദിക്കാതെ M-ന്റെ നേതൃത്വത്തിൽ അന്ന് RSS-മായി ചർച്ച നടത്തിയ ഈ മുഖ്യമന്ത്രി അല്ലേ? അതൊന്നും കേരളം മറന്നുപോയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് അതൊക്കെ സതീശൻ തന്നെ എത്ര തവണ വിശദീകരിച്ചു. ഈ പഴകിയ സാധനം എന്തിനാ പുള്ളി കൊണ്ടുവരുന്നത്? ഇന്ന് മുഖ്യമന്ത്രി ഈ നേരത്തെ സുധാകരനെതിരെ പ്രയോഗിച്ച അതേ പദപ്രയോഗം ഇന്നും വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് 4 വോട്ടിന് വേണ്ടി ഒരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല CPM LDF എന്നാണ് ഇന്നും അതേ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഇന്ന് PR ഏജൻസിക്ക് തിരുവനന്തപുരത്ത് നമ്മൾ എത്താൻ കഴിഞ്ഞില്ല. PR ഏജൻസി ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറയില്ല. PR ഏജൻസി ഇല്ലാത്തതുകൊണ്ടാണല്ലോ അതിന് തോന്നിയില്ല വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്. എന്റെ ചോദ്യം മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റിയത്? BJP-യുടെ സ്ഥാനാർത്ഥി പ്രചരണത്തിൽ അവര് വളരെ പിന്നോക്കം പോയിട്ടുള്ളൂ, സൈലന്റ് ആണെന്ന് നമുക്ക് പറയുന്നത്. അതിലൊരു ടീക ആരോപിക്കുന്നു. എന്തോ വട്ടിയൂർക്കാവിലെ BJP-യുടെ പ്രചരണം ശക്തമല്ല തരത്തിലുണ്ട്. അത് ആരെ സഹായിക്കാനാണെന്നുള്ള ചോദ്യമാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് വട്ടിയൂർക്കാവ് ജയിക്കുമെന്ന് പറഞ്ഞ അവര് പറയുന്നത്. ഈ നേമത്തെ രാജീവ് ചന്ദ്രശേഖരന് നേമത്തെ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണത്തിന് വേണ്ടി ഈ ഉത്തർപ്രദേശിലുള്ള ഈ അഘോരികളായിട്ടുള്ള ഒരു സന്യാസിമായി അവിടെ ഇറക്കിയെന്ന് പറയുന്നത്. അഘോരികൾ എന്ന് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയ പ്രകടനം നടത്താൻ പാടില്ലാത്തതാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കണ്ടാൽ പേടിക്കുമെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാൻ അതുകൂടെ എന്നോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വളർന്നു വരുന്നു എന്നുള്ളത് CPM-നെ പരിഭ്രാന്തരാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പ്രതിരോധത്തിലും പ്രത്യാക്രമണത്തിലും UDF കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടല്ലാത്ത കോമഡി ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. UDF ഒറ്റക്കെട്ടാണ്, കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. ജനങ്ങൾക്കത് ബോധ്യമുണ്ട്. ഞങ്ങൾ ഒരു മനസ്സോടെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതെ, ഏറ്റവും അവസാനത്തെ റിസൾട്ട് കണ്ടിട്ട് ഇന്നലെ പിന്മാറി. പോലീസ് ഇടപെട്ട് കണ്ടന്റ് എന്ന് പറയുന്നത് സർക്കാരിനെതിരെ സർക്കാരിന്റെ വീഴ്ചകളെ വിശദീകരിച്ചത് കൂടിയായിരുന്നു അതിന്റെ കണ്ടന്റ്. പക്ഷെ ഒരു ദുർബലമായ പ്രതിരോധമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്
അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയമല്ലേ, തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണത്തിന് പരിമിതികളുണ്ടാവും. ഞങ്ങൾ ശക്തമായി തന്നെയാണ് നാളെ രാവിലെയാണ് ഈ വാർത്ത വരുന്നത്. തീർച്ചയായും ഞങ്ങളത് ആലോചിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ BJP ചിഹ്നം വന്നെന്ന് പറഞ്ഞെങ്കിൽ ഒരു വലിയ ഗുരുതരമായ ആരോപണം. അതിനകത്ത് ഇതുവരെ ഈ UDF നേതൃത്വം പ്രതികരിച്ച് കണ്ടില്ല. ഞങ്ങൾക്ക് അക്കാര്യത്തിലൊന്നും ഒരു ആശ്ചര്യവും ഇല്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൊണ്ട് എപ്പോഴും BJP-യുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ തന്നെ എപ്പോഴും പറയുന്ന കാര്യം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്, ഇല്ലേ? അത് മാത്രമല്ല, ഈ ഇപ്പം RP-യുടെ സ്ഥാനത്ത് വടകരയിൽ ഉൾപ്പെടെ അവര് കഴിഞ്ഞ തവണ മത്സരിച്ച് ചിഹ്നം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവ്വം നൽകിയില്ലെന്നാണ് സ്ഥാനാർത്ഥികളുടെ ആരോപണം. ഇവിടെ തന്നെയാണ് CP ജോണിന് നക്ഷത്ര ചിഹ്നമായിരുന്നു എപ്പോഴും കപ്പൽ. അപ്പൊ ഞാൻ ജോണിനോട് കപ്പൽ തന്നെയാണ് ഇത് വലുതായിട്ട് കാണുമല്ലോ. സ്റ്റാറായിരുന്നു ചെറുതായിട്ട്